മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾക്കെതിരെ പ്രതികരിച്ച് മന്ത്രി കെ കൃഷ്ണൻകുട്ടി രംഗത്ത്. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ആരോപണം വീണ്ടും നിഷേധിച്ചാണ് അദ്ദേഹം ഇന്നും രംഗത്തെത്തിയത്. തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടർ തുറക്കാതെ കരിമണൽ ലോബിക്കായി പ്രവർത്തിച്ചുവെന്നുള്ള മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾ വീണ്ടും കെ കൃഷ്ണൻകുട്ടി നിഷേധിച്ചു. തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകളെല്ലാം തുറന്നിരുന്നുവെന്നും പിന്നെന്തിന് ആരോപണമെന്നുമാണ് കൃഷ്ണൻകുട്ടി ചോദിച്ചത്. തോട്ടപ്പള്ളി സ്പിൽവേ വിഷയം മന്ത്രിസഭയിൽ ചർച്ചയായിട്ടും എന്തുകൊണ്ടാണ് കുഴൽനാടൻ മിണ്ടാതിരുന്നതെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചോദിച്ചു. മാത്യു കുഴൽനാടനെതിരെ നടപടി സ്വീകരിക്കുമെന്നും തുടർ നടപടികൾക്കായി അഭിഭാഷകനുമായി സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണത്തിൽ പ്രതിഷേധിച്ച് സുമേഷ് അച്യുതൻ നടത്തുന്ന നിരാഹാരം രാഷ്ട്രീയ പ്രേരിതമാണ്. ജീവിതത്തിൽ ഇതുവരെ താൻ ഒരു അഴിമതി നടത്തിയിട്ടില്ല. മാത്യു കുഴൽനാടനും സുമേഷ് അച്യുതനും യോജിച്ചുള്ള നീക്കമാണിത്. കോൺഗ്രസ് പാർട്ടിയിലെ ചില ആളുകളാണ് ഇതിന് പിന്നിലെന്നും പാർട്ടി ഒന്നാകെയല്ലെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. അതേസമയം മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മാത്യു ടി തോമസ് രംഗത്തെത്തി. സത്യത്തെ ഭയന്ന UDF നടത്തുന്ന കള്ളപ്രചാരണമാണ് തനിക്ക് നേരെ വന്ന ആരോപണങ്ങൾ എന്നായിരുന്നു മാത്യു ടി തോമസ് പറഞ്ഞത്. DFന്റെ ആരോപണം നനഞ്ഞ ബോംബ് പോലെയാണെന്നും ആക്ഷേപം ദുരുദ്ദേശപരമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. 2018 സംഭവത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് 2026 തെരഞ്ഞെടുപ്പിലാണെന്നും അദ്ദേഹം പറഞ്ഞു. UDFന് വിഷയദാരിദ്ര്യമാണെന്നും തോമസ് പരിഹസിച്ചു. ഇന്നലെയാണ് സംസ്ഥാനത്തെ തകർന്ന 2018 പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നുവെന്ന് ആരോപിച്ച് മാത്യു കുഴൽനാടൻ എത്തുന്നത്. ആരോപണം സാധൂകരിക്കാനായി മുൻ ജലസേചന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദ സന്ദേശം എന്നാരോപിച്ച് ഒരു ഓഡിയോയുമായാണ് മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയത്. മേരിമാത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നതിലാണ് മാത്യു കുഴൽനാടൻ ആരോപണം ഉന്നയിക്കുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കുന്നത് ഒരു മാസം വൈകിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കരിമണൽ കമ്പനിക്ക് വേണ്ടി അന്നത്തെ ജലസേചന മന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് ഇടപെടൽ നടത്തിയതായും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ നോക്കാതെ കോടികളുടെ താൽപര്യത്തിനായി വെള്ളം പിടിച്ചുവെച്ച് പിന്നീട് ഡാം തുറന്നതാണ് ചാലക്കുടി തകർന്നത്. കേരളം തകർന്നതല്ല, കേരളം തകർത്തു തരിപ്പണമാക്കിയതാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ജലസേചന മന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് മേരിമാത കൺസ്ട്രക്ഷൻ എന്ന സ്വകാര്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാനായി തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കുന്നത് ഒരു മാസം വൈകിപ്പിച്ചതായാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം.